നമസ്കാരം. ഗ്രാൻഡ് പാ അശോക്. നേരം പുലർന്നപ്പോൾ ട്രോയ്ക്കാർ തങ്ങളുടെ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് എത്തി നോക്കി. കാരണം രാത്രിയിൽ കുറച്ച് ശബ്ദങ്ങളും ഈ കുറച്ച് തീയും ഒക്കെ ഇവർ കണ്ടിരുന്നു. പക്ഷെ അവർക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായില്ല. കോട്ടമുകളിൽ നിന്ന് അവർ നോക്കുമ്പോൾ മൈതാനമാകെ കാലി. കടൽ തീരത്ത് ആരുമില്ല. ഒരു കൂടാരങ്ങളും കാണാനില്ല. കത്തിയെരിയുന്ന കുറച്ച് കൂടാരങ്ങൾ മാത്രമേ ഉള്ളൂ. കപ്പൽ ഒരൊറ്റയെണ്ണം പോലും ഇല്ല. എല്ലാം വിട്ടുപോയിരിക്കുന്നു. എന്തെങ്കിലും ചതിയാണോ എന്ന് അവർക്കൊരു സംശയം തോന്നി. എന്നിട്ട് ആയുധധാരികളായിട്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് വന്നു. ആദ്യമേ വന്നത് ഭടന്മാരാണ്. അവർ വന്നു നോക്കുമ്പോൾ എല്ലാം ക്ലിയർ. കത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കൂടാരങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഒരു വലിയ മരക്കുതിര അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അതിനെ അവർ അത്ഭുതത്തോടെ നോക്കി. ഇതെന്ത് സാധനം? അപ്പോൾ നോക്കുന്നു, താഴെ ഒരു ഗ്രീക്കുകാരനും ഒരാൾ നിൽപ്പുണ്ട്. അവിടെ നിന്ന സീനോൺ എന്ന പടയാളി. ഈ ട്രോയ്ക്കാർ ആദ്യം അവൻ്റെ കൈയും കാലും കൂച്ചി കിട്ടി. അപ്പോഴേക്കും പ്രിയാം രാജാവും പരിവാരങ്ങളും വെളിയിലേക്ക് വന്നു. അവരും വന്നിട്ട് ഈ മരക്കുതിരയെ നോക്കി. ഇതെന്ത് സാധനം? അപ്പോഴേക്കും ഈ ഭടന്മാർ ഈ സീനോണിനെ കൈയും കാലും ഒക്കെ കെട്ടി പ്രിയാം രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, ഇവനെ പിടിച്ച് തീയിലിട്ടാൽ കൃത്യമായിട്ട് അവൻ എന്താ ഇവിടെ നടന്നതെന്ന് പറയും. തത്ത പറയും പോലെ പറയും. രാജാവ് ചോദിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പേ സിനോൺ കരയാൻ തുടങ്ങി. അയ്യോ, എന്നെ ഗ്രീക്കുകാരോട് ഇട്ടു പോയതാണ്. എന്നെ അടിച്ച് അവശനാക്കി അവരെന്നെ ഇവിടെ ഇട്ടു പോയതാണ്. ആ ഒഡ്യൂസിയൂസ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാൾ മഹാമോശമാണ്. അയാൾക്ക് എന്നോട് വിരോധമുണ്ട്. അതുകൊണ്ടാണ് എന്നോട് വിട്ടിട്ട് പോയത്. രാജാവ് ചോദിച്ചു, ഒഡീസിയൂസിന് നിന്നോടെന്താ ഇത്ര ശത്രുത വരാനായിട്ട്? സിനോൺ കരഞ്ഞുകൊണ്ട് തൻ്റെ കള്ളക്കഥ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. രാജാവ് എൻ്റെ സുഹൃത്തായിരുന്നു പീലാഡീസ് രാജകുമാരൻ. ഒരിക്കൽ അവൻ ഈ കടൽ തീരത്ത് തനിയെ ഇങ്ങനെ ഈ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ ഒഡ്യൂസിയൂസ് അവനെ പോയി വധിച്ചു. ഒഡ്യൂസിയൂസ് ആണ് അവനെ വധിച്ചതെന്ന് എനിക്കറിയാമെന്ന് ഒഡ്യൂസിയൂസിനറിയാം. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നത്. എന്നോടുള്ള ശത്രുത അതുകൊണ്ടാണ്. ഞാൻ ആരോടെങ്കിലും പറയുമോ എന്നുള്ള ശത്രുത. അതിനാണ് എന്നെ അയാൾ ഇവിടെ ഇട്ടിട്ട് പോയത്. രാജാവ് പറഞ്ഞു, ഓക്കെ, അത് ശരി. ഇതെന്താണ് ഈ സാധനം ഇവിടെ വെച്ചിരിക്കുന്നത്? അപ്പോൾ സീനോൺ പറഞ്ഞു, രാജാവേ, ഇത് അഥീനി ദേവിക്ക് അർപ്പിക്കാനായിട്ടുള്ള കുതിരയാണ്. ഇതിനെ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. ഇത് നശിപ്പിച്ചാൽ ദേവിയുടെ കോപമേൽക്കും. ദേവിയുടെ ഒരു പ്രതിമ കോട്ടയ്ക്കകത്ത് നിന്ന് അയാൾ കട്ടുകൊണ്ടുവന്നില്ലേ, ആ ഒഡ്യൂസിയൂസ്. അയാളാണ് കട്ടുകൊണ്ടുവന്നത്. അയാളത് ഗ്രീസിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട്. ഇവർ പോയിരിക്കുകയാണ് എല്ലാവരും, കൂടുതൽ ശക്തി സംഭരിക്കാൻ, കൂടുതൽ സേന കൊണ്ടുവരാനായിട്ട്. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ട്രോയ് കീഴടക്കിയിട്ട് ആ പ്രതിമ വീണ്ടും കോട്ടയ്ക്കുള്ളിൽ സ്ഥാപിക്കും. അതിനായിട്ടാണ് അവർ പോയിരിക്കുന്നത്. അതുവരെ ദേവി കോപമുണ്ടാകാതിരിക്കാനായിട്ടാണ് ഈ വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചത്. ഇത്രയും വലുതുണ്ടാക്കി എന്താണെന്നറിയോ? കാരണം നിങ്ങൾ ഇതിനെ കോട്ടയ്ക്കകത്തേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലുത് ഇവിടെ ഉണ്ടാക്കി വെച്ചത്. അപ്പോഴേക്കും കോട്ടയ്ക്കുള്ളിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങി വന്നു തുടങ്ങി. ആബാലവൃദ്ധ ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും അടക്കം വെളിയിലേക്ക് വന്നു. ഗ്രീക്കുകാർ യുദ്ധം ഉപേക്ഷിച്ച് തോൽവി സംബന്ധിച്ച് പിൻവാങ്ങിയതാണ് എന്നവർ വിശ്വസിച്ചു. ആഘോഷവും പാട്ടും തുടങ്ങി. ഈ വലിയ മരക്കുതിരയെ എങ്ങനെയും തങ്ങളുടെ കോട്ടയ്ക്കകത്ത് കൊണ്ടുപോയേ തീരൂ എന്നവർ തീരുമാനിച്ചു. അവർ വലിയ വടങ്ങളും ചെറിയ കയറുകളും എല്ലാം കൊണ്ടുവന്ന് ഇതിനെ കെട്ടിവരിഞ്ഞ് വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അടിയിൽ ഉരുണ്ട തടികളൊക്കെ ഇട്ടിട്ട് വലിച്ചും നിരക്കിയും ഒക്കെ ആയിട്ട് എല്ലാവരും, സ്ത്രീകളും കുട്ടികളും എല്ലാം ചേർന്ന് ഈ കുതിരയെ വലിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. പ്രിയാം രാജാവും എല്ലാവരും അതിൻ്റെ കൂടെ തന്നെ കൂടിയ സന്തോഷത്തോടു കൂടി. കോട്ടയ്ക്ക് അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ കുതിര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു ബിഗ്.
വാതിലിനുള്ളിലൂടെ കയറില്ല. ശ്രീരാം രാജാവ് പറഞ്ഞു, ഡോണ്ട് വറി, ബ്രേക്ക് ഇറ്റ്. അതിൻ്റെ മതിൽ പൊളിച്ചോളാൻ പറഞ്ഞു. കോട്ടയുടെ മതിൽ പൊളിച്ച് ഈ മരക്കുതിരയെ അവർ വലിച്ച് അകത്താക്കി. അതീവ സന്തോഷത്തോടു കൂടി ട്രോയ്ക്കാരെല്ലാം അതിനു ചുറ്റും ആഹ്ലാദ നൃത്തം തുടങ്ങി. പകല് കഴിയാറായപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ, ആട്ടവും പാട്ടും ഒക്കെ ഇനി നിർത്താം, ഇനി വിരുന്നാണ്. ഏറ്റവും മുന്തിയ തരം വീഞ്ഞും ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഈ പ്രിയാം രാജാവ് ഓർഡർ ഇട്ടു. അതുപോലെ മുന്തിയനും വീഞ്ഞ് പുറത്തേക്ക് വന്നു. എവിടുന്ന്? അവരുടെ സെല്ലറുകളിൽ നിന്ന് വീഞ്ഞെല്ലാം പുറത്തെടുത്ത് എല്ലാവർക്കും ഇഷ്ടം പോലെ, കഴിക്കാവുന്നതിലധികം എല്ലാവർക്കും കൊടുത്തു. നല്ല നല്ല ആഹാരം കഴിച്ചും വയറു നിറയെ വീഞ്ഞു കുടിച്ചും ട്രോയ്ക്കാരെല്ലാം നല്ല മത്തായി. അത് ഏതാണ്ട് പാവാറായപ്പോൾ എല്ലാവരും കുടിച്ച് മതോന്മത്തരായിട്ട് അവരവരുടെ വീടുകളിൽ പോയിട്ട് ഉറക്കം ആരംഭിച്ചു. ഈ ഉറക്കം അവരുടെ ഉറക്കം കെടുത്തുന്ന ഉറക്കമാവുമോ? നമുക്ക് നോക്കാം. നമ്മുടെ കഥ അടുത്ത ഒരു ഭാഗത്തോടു കൂടി തീരുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ചെയ്യൂ. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ.